ഇപ്പോൾ ഒരു 2⁻0 a⁻0 എന്ത് (0) വന്നാലും അതിന് ആൻസർ 1 ആയിരിക്കും. അപ്പോൾ -1 × 1 -1 × 1. അപ്പോൾ നമ്മളുടെ ഫൈനൽ ആൻസർ വരുന്നത് -2 ആണ്. ഇതാണ് അപ്പം നമ്മളുടെ ഫൈനൽ ആൻസർ -2. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനും ഈ സെയിം മെത്തേഡ് തന്നെയാണ്, ഈ സെയിം രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്തതും വരുന്നത്. ഷോ ദാറ്റ്, ക്വസ്റ്റ്യൻ എഴുതിക്കോ, ഷോ ദാറ്റ് ഇന്റഗ്രൽ C y-4xz y-4xz dx plus x dy plus 3z² minus 2x² plus 3z² minus 2x² dz. അപ്പം നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് y-4xz dx plus x dy plus 3z² minus 2x² dz. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. എന്നിട്ട് ബാക്കി ക്വസ്റ്റ്യങ്ങൾ എഴുതിക്കോ. ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് ആൻഡ് hence evaluate the integral. Is independent of path and hence evaluate the integral along the path and hence evaluate the integral along the path joining 1, 1, 1, 2 and 3, 1, 4. അപ്പം ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന കൺസർവേറ്റീവ് ആണോ എന്നല്ല, ഇൻഡിപെൻഡൻ്റ് ആണോ എന്നാണ്. അപ്പം കൺസർവേറ്റീവ് ചെയ്യുന്ന പോലെ സെയിം സാധനം തന്നെ, ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി ചോദിച്ചെന്നേ ഉള്ളൂ. കൺസർവേറ്റീവിന് വരെ ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞൊരു വാക്ക് വന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ കൺസർവേറ്റീവ് ആണോ ചെക്ക് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഈ പ്രാവശ്യം ഞാൻ എന്ത് ചെയ്യുക, വൈയും എന്നും പിയും എടുക്കാം. എന്നും പിയും ഒരു വെറൈറ്റിക്ക്. അപ്പം ആദ്യം ഞാൻ ഡോ പി ബൈ കമ്പയർ ചെയ്യുന്നത് അല്ല, ആദ്യം ഡോ എൻ ബൈ ഡോ എൻ എടുത്തു. കമ്പയർ ചെയ്യുന്ന ആരുമായിട്ടാ, പിയുമായിട്ട്. പിയുമായിട്ട് എന്ന് പറയുമ്പോൾ ഡോ ഇസഡ്. അപ്പം ഡോ എൻ എന്ന് പറയുമ്പോൾ 3z² minus 2x² ഡിവൈഡ് ബൈ ഡോ ഇസഡ് ഈക്വൽ ടു ഇതിൻ്റെ ആൻസർ എന്ത് വരും? ഇവിടെ കോൺസ്റ്റന്റ് ആരാ, 2x² ആണ് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് പറ്റും, 0 ആയിപ്പോൾ. 3 ഒരു കോൺസ്റ്റന്റ് അല്ലേ, അപ്പോൾ പക്ഷെ 3ൻ്റെ കൂടെ ആരുണ്ട്, z² ഉണ്ട്. അപ്പം എന്ത് ചെയ്യണം, 3 ആദ്യം എഴുതുക, കോൺസ്റ്റന്റ് ആദ്യം എഴുതുക, എന്നിട്ട് z² ഡിഫറൻഷിയേറ്റ് ചെയ്യുക. z² ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് പറ്റും, 2z കിട്ടും അല്ലേ, 2z. അപ്പോൾ നമ്മളുടെ വാല്യൂ എത്ര ആവും, 6z അല്ലേ, നമ്മുടെ വാല്യൂ 6z കിട്ടി. ഇനി നമുക്ക് അടുത്തത് ഡോ പി ബൈ ആരുമായിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യാൻ എടുത്തത്, ഡോ പി ബൈ എന്തുവാ, എന്നുമായിട്ടല്ലേ. എന്നിൻ്റെ ഇതെന്ന് പറയുമ്പോൾ ഡി വൈ അല്ലേ, മീൻസ് ജെ കമ്പോണൻ്റ് അല്ലേ. അപ്പം എന്ത് ചെയ്യണം, ഡോ വൈ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഡോ പി എന്ന് പറയുമ്പോൾ ഡോ എന്നെന്ന് പറയുന്നത് എക്സ് അല്ലേ, തിരിപ്പി എന്നെന്ന് പറയുന്നത് എക്സ് അല്ലേ, എന്നെന്ന് പറയുന്നത് എക്സ് ആകുമ്പോൾ എന്തുവാ വിത്ത് റെസ്പെക്ട് ടു ആരല്ലേ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, ഇസഡിലല്ലേ. അപ്പം ഇത് ചെയ്യുമ്പോൾ നമുക്ക് 0 അല്ലേ കിട്ടണ്ടേ അല്ലേ. ഇവിടെ ആയിരുന്നു ഡോ പി, ഇവിടെ എന്നായിരുന്നു എടുക്കട്ടെ, എന്നിന് വരെ ഞാൻ പി പോയി എടുത്തു. ഓ സോറി. ഇനി ഇത് കറക്റ്റ് ചെയ്യാം. പിൻ്റെ പി എന്ന് പറയുമ്പോൾ 3z² minus 2x² ഡോ വൈ വെച്ച് ചെയ്യണം. ഇവിടെ വൈ ടേം എന്തെങ്കിലും ഉണ്ടോ,
ഇല്ല, y ടൈം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ടൈം 0 ആയിപ്പോയി. അപ്പം നമുക്ക് പറയാം ഡോ എൻ ബൈ ഡോ ഇസഡ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ വൈ. ഇത് രണ്ടും 0 ആയതുകൊണ്ട്, അല്ല രണ്ടും ഈക്വൽ ആയതുകൊണ്ട്, 0 എന്നല്ല ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് പറയാം തന്നിരിക്കുന്ന വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണെന്ന് പറയാൻ പറ്റും. അപ്പം നമ്മൾ തെളിയിച്ചു, നമുക്ക് കിട്ടിയ വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണെന്ന് നമ്മൾ തെളിയിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത് നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഹെൻസ് ഇവാലുവേറ്റ് ദ ഇൻ്റഗ്രൽ. along the path joining 1, 1, 1, and 3, 1, 4. അല്ലേ? നമ്മളുടെ ഇത് ഈ തന്നിരിക്കുന്ന ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സാധനം എന്ന് വെച്ചാൽ എന്താണ്? വർക്കല്ലേ, F.dr അല്ലേ ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ? നമ്മളെ കൺഫ്യൂഷൻ അടിപ്പിക്കാൻ ഓരോ ചോദ്യങ്ങളെ. നമുക്ക് ഈ തന്നിരിക്കുന്നത് എന്തോ F.dr അല്ലേ? അതെ, F.dr ആണ്. ഈ സാധനം നമ്മൾ മറ്റേ ഏതാ ഇതിനെ മറ്റേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ടൊരു മെത്തേഡ് അറിയാമല്ലോ. 2 പോയിന്റ് നമുക്ക് ടീയിലോട്ട് മാറ്റാനായിട്ടൊന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സാധനം പഠിച്ചില്ലേ? x മൈനസ് x1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 ഈക്വൽ ടു y മൈനസ് y1 ഡിവൈഡ് ബൈ y2 മൈനസ് y1 ഈക്വൽ ടു z മൈനസ് z1 ഡിവൈഡ് ബൈ z2 മൈനസ് z1 ഈക്വൽ ടു ടി എന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യണം? ടി എന്ന് പറഞ്ഞ ഇതിലോട്ട് ഓരോന്ന് ഇക്വേറ്റ് ചെയ്ത് ടി എന്ന് പറഞ്ഞ എക്സിന് ടി എന്ന് പറഞ്ഞ ഫോം കണ്ടുപിടിക്കുക, വൈന് ടി എന്ന് പറഞ്ഞൊരു ഫോം കണ്ടുപിടിക്കുക, ഇസഡിന് ടി എന്ന് പറഞ്ഞ ഫോം കണ്ടുപിടിക്കുക. അങ്ങനെ കണ്ടുപിടിച്ചാൽ ഇത് കിട്ടും അല്ലേ? പക്ഷേ ഇത് കൺസർവേറ്റീവ് ആയതുകൊണ്ട് ഇതിങ്ങനെ ചെയ്താലും കിട്ടും. പക്ഷേ നമുക്കിത് കൺസർവേറ്റീവ് ആയതുകൊണ്ട് നമുക്കിത് സ്കേലാർ ഗ്രേഡിയൻ്റ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഏതാ? നമ്മളുടെ ഡെൽഫൈ അല്ലേ? നമ്മളുടെ എഫ് ഈക്വൽ ടു ഡെൽഫൈ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സാധനം അറിയാം അല്ലേ? വെക്ടർ അല്ല, എഫ് ഈക്വൽ ടു ഡെൽഫൈ അല്ലേ? എഫക്ടർ ഈക്വൽ ടു ഡെൽഫൈ എന്ന് നമ്മളൊരു സാധനം പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ സ്കേലാർ ഗ്രേഡിയൻ്റ് വെച്ച് നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ അത്രയും ബട്ടൺ ഒന്നും കാണാൻ പോകണ്ട. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് സ്കേലാറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം എഫ് എഴുതാം. ഇത് ഇവിടെ F.dr ആണെന്നിരിക്കുന്നത്. എഫ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? y മൈനസ് 4xz i പ്ലസ് xj പ്ലസ് 3z² മൈനസ് 2x² k. ഇതാണ് നമ്മളുടെ എഫ്. ഇനി ഡെൽഫൈ എഴുതാം. ഈക്വൽ ടു ഡെൽഫൈ എന്ന് പറയുമ്പോൾ ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ഫൈ ബൈ ഡോ ഇസഡ് കെ. ഇതാണ് നമ്മളുടെ എഫ് ഈക്വൽ ടു ഡെൽഫൈ എന്ന് പറഞ്ഞ ഇത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെയും ഇക്വേറ്റ് ചെയ്യാം അല്ലേ? ഇനി നമുക്ക് ഇക്വേറ്റ് ചെയ്താൽ പോരെ? അപ്പോൾ നമുക്ക് ഓരോ ടേം എടുത്ത് ഇക്വേറ്റ്. ഇതുവരെ നിങ്ങൾ എഴുതിയേക്കണേ, ഇതുവരെ ഒന്ന് എഴുതിയേക്കണേ. ഓക്കെ, പോസ് ചെയ്തിട്ടൊന്ന് എഴുതിയേക്കണേ ഇതുവരെ. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പം ആദ്യത്തെ ടേം എന്ന് പറയുമ്പോൾ y മൈനസ് 4xz ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ എക്സ്. രണ്ടാമത്തെ ടേം എക്സ് ഈസ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ വൈ. അടുത്ത മൂന്നാമത്തെ ടേം നമ്മുടെ എഴുതാൻ പറ്റുമോ? 3z² മൈനസ് 2x² ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ ഇസഡ്. അങ്ങനെ 3 ടേം നമ്മൾ എഴുതിയിട്ടുണ്ട്. 3 ടേം കുറച്ചും കൂടെ അടുത്തോട്ട് വെക്കണം. ഓക്കെ, അപ്പോൾ 3 ടേം നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ ഇതുപോലെ ഫൈ കണ്ടുപിടിക്കാം. ഫൈ കണ്ടുപിടിക്കാൻ ഇവിടെ ഡോ ഫൈ അല്ലേ? ഈ ഡോ ഫൈനെ ഫൈ എന്ന് പറയുന്ന ടൈമിലോട്ട് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡോ എക്സിനെ ഇങ്ങോട്ടും കൊടുത്തേക്കാം. ഡോ ഫൈ ഈക്വൽ ടു y മൈനസ് 4xz ഡോ എക്സ് എന്ന് കൊടുക്കാം അല്ലേ? എന്നിട്ട് രണ്ട് സൈഡും
ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഒരു സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ മാത്രമല്ല, ഒരു സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ മറ്റേ സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യണം. കാരണം ഇക്വാലിറ്റി നമുക്ക് നിലനിർത്തണമെങ്കിൽ ഒരു സൈഡിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെ മറ്റേ സൈഡിലും ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഡോ ഫൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് പറ്റും? 5 കിട്ടും. y മൈനസ് 4x ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആദ്യത്തെ ടൈം y എടുക്കുക. y എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. അപ്പം y അവിടെ വെച്ചു. ഇനി വിത്ത് y മാത്രമാണുള്ളത്. അവിടെ ഒരു 1 dx എന്നില്ലേ, 1 × 1. അപ്പോൾ 1നെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്ത് കിട്ടും? വിത്ത് റെസ്പെക്ട് ടു ഡോ എക്സിൽ എക്സ് കിട്ടും അല്ലേ, മൈനസ്. അതിന് ഇവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കാം 4ഉം ഇസഡും. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x²/2 കിട്ടും പ്ലസ് സി. ഇനി അടുത്ത 5 = എനിക്ക് ഇത് കുറച്ചും കൂടെ ഞാൻ ഇങ്ങോട്ട് ചേർത്ത് ചെയ്തേക്കാം, അല്ലെങ്കിൽ സ്ഥലം കിട്ടും. ഡോ 5 = xy - 4x² ഇവിടെ നിന്ന് എന്താ കിട്ടുന്നത്? x × ഡോ വൈ അല്ലേ. ആ ഡോ വൈ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്തു. രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 5 = xy പ്ലസ് സി. അതുപോലെ തന്നെ അപ്പുറത്തും ഡോ 5 = 3z² - 2x² ഡോ z. രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ 5 = 3z² വിത്ത് റെസ്പെക്ട് ടു ഇസഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും? 3z³ / 3 കിട്ടും. മൈനസ് 2x² ഇൻ്റഗ്രേറ്റ് ചെയ്താലോ വിത്ത് റെസ്പെക്ട് ടു ഡോ ഇസഡിൽ 2x² ഇസഡ് കിട്ടും പ്ലസ് സി. ഇനി എല്ലാ ഫൈനും ഞാൻ ഓരോന്നായി എന്താ, ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ഫൈ ഞാൻ മൊത്തം എഴുതുക. xy മൈനസ് ഇവിടുത്തെ 4ഉം 2ഉം ക്യാൻസൽ ആവത്തില്ലേ, 2zx² എഴുതുക. ഇവിടെ xy ഉണ്ട്. ഞാൻ ഓൾറെഡി ഒരു xy എടുത്തത് കൊണ്ട് ഈ xy എടുക്കേണ്ട ആവശ്യമില്ല. അടുത്ത ടൈമിലോട്ട് പോകാം. അടുത്ത ടൈം എന്ന് പറയുമ്പോൾ ഇവിടെ z³ ഉണ്ട്. z³ ഈ 3ഉം 3ഉം ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ z³ ഉണ്ട്. അപ്പോൾ പ്ലസ് z³. പിന്നെ മൈനസ് 2x² ആണ്. അത് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. -2 ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ നമുക്ക് എടുക്കാമായിരുന്നു, പക്ഷേ ഇവിടെ മൈനസ് ആണ്. സോ ഈ രണ്ട് ടേം സെയിം ആയതുകൊണ്ട് നമുക്ക് അതെടുക്കേണ്ട ആവശ്യമില്ല. 2zx² തന്നെ എഴുതും. അപ്പം ഇത്രയും ടേമേ വരത്തുള്ളൂ. എന്നിട്ട് പ്ലസ് സി, ഒരു വലിയ സി കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് 5 കിട്ടി. ഇനി നമുക്ക് നേരത്തെ വർക്ക് ഡൺ കണ്ട പോലെ എങ്ങനെ കാണാം? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് നേരെ ഡയറക്റ്റ് ഇതിലേക്ക് അങ്ങ് കൊടുത്തേക്കാം, 5ക്ക് അങ്ങ് കൊടുത്തേക്കാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 5 1, 1, 1 -5 3, 1, 4 = ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5ക്ക് 1, 1, 1 കൊടുക്കാം. അപ്പോൾ ഇവിടെ x × y അല്ലേ, 1 × 1 എന്താ 1 മൈനസ് ഇത് ഞാൻ വേണ്ട ഓരോ സ്റ്റെപ്പായിട്ട് x × y എന്ന് പറയുമ്പോൾ 1 × y മൈനസ് 2 × z എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു x² എന്ന് പറയുന്നത് 1² പ്ലസ് z³ എന്ന് പറയുമ്പോൾ 1³ ഇതിപ്പോൾ അപ്പർ ലിമിറ്റ് ഞാൻ മൊത്തം കൊടുത്തേ. അടുത്ത ലോവർ ലിമിറ്റ് കൊടുക്കാൻ പോണേ. മൈനസ് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്, മൈനസ്. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കാൻ പോവാം. ലോവർ ലിമിറ്റ് കൊടുക്കുക 314 ആണ്. എക്സിൻ്റെ വാല്യൂ 3, വൈയുടെ വാല്യൂ 1, ഇസഡിൻ്റെ വാല്യൂ 4. അപ്പം ആദ്യം x × y അപ്പം 3 × 1 മൈനസ് 2 × ഇസഡിൻ്റെ വാല്യൂ എന്താ 4 ഇൻറ്റു x² എന്ന് പറയുന്നത് 3² പ്ലസ് z³ എന്ന് പറയുമ്പോൾ 4³ ഈക്വൽ ടു
ഇവിടെ ഇതിൻ്റെ മൊത്തം എത്ര വാല്യൂ നമുക്ക് കാൽക്കുലേറ്റർ ഇട്ട് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. 1 × 1 1 മൈനസ് 2 × ഇത്രയും 1 ആയതുകൊണ്ട് എന്തായാലും 1 തന്നെ. 1 ഇപ്പോൾ എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താലും 1 തന്നെ കിട്ടാൻ പോകും. അപ്പോൾ -2 പ്ലസ് 1 മൈനസ് 3 × 1 3 മൈനസ് 2 × 4 8 8 × 9 3² എന്ന് പറയുമ്പോൾ 9 ആണ്. അപ്പം 4 × 2 8 8 × 9 8 × 9 എത്ര 72 അല്ലേ? 8 × 9 72 8 × 9 72 പ്ലസ് 4³ എന്ന് പറയുമ്പോൾ 64. ഒരു മൈനസ് ഇവിടെ ഇല്ലേ? അപ്പോൾ ആ മൈനസ് ഇത്രയും സാധനത്തിനും കോമൺ അല്ലേ? അപ്പോൾ ഒരു ബ്രാക്കറ്റ് ഇട്ടേക്കാം. കാരണം ഈ മൈനസ് എന്ന് പറയുന്നത് ഈ ഓരോ ടേമിനും ഉള്ളതാണ്. ഇവിടെ 3 ടേമുണ്ട്. അല്ലേ 1 2 3 ടേമുണ്ട്. അപ്പോൾ ഈ 3 ടേമിനും കൂടെ ഉള്ളതാണ് ആ മൈനസ്. അപ്പോൾ നമുക്കത് ചുമ്മാ അങ്ങ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് ബ്രാക്കറ്റ് ഇട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ ഇവിടെ എന്താവും? ഇവിടെ 1 + 1 2 അല്ലേ? 2 - 2 എന്തായി? 0 ആയിപ്പോകും. അപ്പോൾ 0 - 3 ഇത് ഇത്രയും കാൽക്കുലേറ്ററിൽ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുമായിരുന്നു. ഇതിപ്പം 72 64 അല്ലേ? 6 8 അപ്പം 3 - 8 വരും. 3 - 8 എന്ന് പറയുമ്പോൾ -5. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 5 ആണ്. അപ്പർ ലിമിറ്റ് അയ്യോ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 314 അല്ലേ? 1,1,1 314 അപ്പോൾ നമ്മളുടെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ കൊടുത്തത് 5 എന്ന് പറയുന്നത് 3,1,4 മൈനസ് 5 എന്ന് പറയുന്നത് 1,1,1. അപ്പോൾ ആദ്യം നമുക്ക് കൊടുത്തോല്ലോ, പെട്ടെന്ന് കൊടുക്കാവേ. 5 എന്ന് പറയുന്നത് x × y അല്ലേ? അപ്പം 3 × 1 മൈനസ് 2x² 2x² 2 × x² എന്ന് പറയുമ്പോൾ 9 × z എന്ന് പറയുന്നത് 4 പ്ലസ് z³ എന്ന് പറയുമ്പോൾ 4³ 64 മൈനസ് ബ്രാക്കറ്റ് ഇട്ടു. ഇനി എല്ലാത്തിനും 1 കൊടുക്കും. അപ്പോൾ 1 × 1 1 പ്ലസ് z³ എന്ന് പറയുന്നത് 1 മൈനസ് 2x² z എന്ന് പറയുമ്പോൾ -2. അപ്പോൾ ഇത്രയും ടേം ഈക്വൽ ടു 0 ആയിപ്പോയില്ലേ അല്ലേ? 1 + 1 2 2 - 2 0. ബാക്കിയുള്ളത് ഇത്രയും ടേമാണ്. അപ്പോൾ 3 - 9 to 8 4 × 2 8 8 9s are 72 പ്ലസ് 64. അപ്പോൾ ആൻസർ വരുന്നത് 5. അപ്പോൾ ഫൈനൽ ആൻസർ വരുന്നത് 5 ആണ്. 5 -5 ഫൈനൽ ആൻസർ വരുന്നത് -5. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ കൺസർവേറ്റീവിൽ നിന്ന്. ഇനി നമുക്ക് ഉള്ളത് ലിമിറ്റ് അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ ഒരു തന്നിരിക്കുന്ന ഒരു വെക്റ്റർ ഫീൽഡ് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് നോക്കാനും പിന്നെ അതേപോലെ അതും കൂടെയാണ് ഉള്ളത്.